ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ചില്ലി ഗോബി അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ ആണ്. ഇത് നിങ്ങളെയും പോലെ എന്റെയും ഒരു ഫേവറേറ്റ് ഡിഷ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 400 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1.25 കപ്പ് കാണും. ഇനി ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഒക്കെ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇതിപ്പോ ഞാൻ കെറ്റിൽ നിന്നാണ് ചൂടുവെള്ളം എടുത്തത്. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ലെങ്കിൽ ഗ്യാസിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് കോളിഫ്ലവർ കുക്ക് ചെയ്താലും മതി. ഇനി വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഈ സമയത്ത് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഒരു കളർ കിട്ടാനാണ് ഞാൻ ഇതെടുത്തത്. നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നോർമൽ മുളക് പൊടി ആയാലും ചേർത്താൽ മതി. പിന്നെ ഞാൻ എടുത്തത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്. ലൈറ്റ് സോയാ സോസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തത്. നമുക്ക് ആദ്യം ഇത് ആഡ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ. എന്നാലേ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് കോട്ടാവുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ കോളിഫ്ലവർ എല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 30 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ ക്രിസ്പി ആവണമെങ്കിൽ ഈ സെയിം ഓയിലിൽ തന്നെ ഒന്നുകൂടെ ഫ്രൈ ചെയ്താൽ മതി. അതായത് ഡബിൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിൽ തന്നെയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഇതിട്ട് അപ്പൊ തന്നെ ഒന്ന് സോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിന് 1 മിനിറ്റ് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. സവാള ഇങ്ങനെ ചെറുതായി അരിയണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂബ്സ് ആയിട്ട് അരിയാം. അതും ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പോർഷനും ഒരു 4 പച്ചമുളകും ചേർക്കുകയാണ്. അതും 1 മിനിറ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ട് ഇടാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഇനി സോയാ സോസ് ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ്. സോയാ സോസിലൊക്കെ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ഒരു 1/2 ടീസ്പൂൺ വിനീഗർ. എന്നിട്ട് ഫ്ലെയിം വീണ്ടും ഒരു മീഡിയം ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് വേവിക്കണം. കോൺഫ്ലവറിന് കുറച്ച് വേവ് ഉണ്ട്. നല്ല തിക്കായിട്ട് വരും വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പൊ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഫുള്ളും ഗ്രേവിയിൽ നല്ല കോട്ടാവണം. ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടെ ഒഴിക്കാം. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, ഈവൻ അപ്പത്തിന്റെ കൂടെ വരെ നമുക്ക് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരെ ബൈ.